വീണ്ടും വാർത്തകളിലേക്ക്. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മുഖ്യപ്രതിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഒട്ടേറെ ദുരൂഹതകൾ, ചോദ്യങ്ങൾ എല്ലാം അവശേഷിക്കുകയാണ്. 10 അംഗ സംഘത്തിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി വെളിച്ചത്ത് വരാനുള്ളത്? നിതീഷിനെ വീണ്ടും എത്രത്തോളം ചോദ്യം ചെയ്യാനുണ്ട് ഇനി? നിതീഷ് ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് മുഖ്യപ്രതിയായ നിതീഷിന്റെ. ഏതായാലും കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച് നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് ഈ പോലീസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഇന്നലെ എറണാകുളം റേഞ്ച് DIG വിമല പുട്ടാവില്ലാതെത്തിയ ഇന്നലെ സ്ഥലം സന്ദർശിച്ചിരുന്നു. പിന്നീട് 10 അംഗ ഇടുക്കി SP അടങ്ങുന്ന ഒരു 10 അംഗ സംഘത്തെ ഈ അന്വേഷണത്തിനായി നിയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പ്രതികളെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്തുള്ള നടപടികൾ തുടരുകയാണ്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം മുമ്പ് തന്നെയാണ് ഈ മുഖ്യപ്രതിയായ നിതീഷ് മൊഴി നൽകിയത്. കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപത്തുള്ള തൊഴുത്തിലാണ് നവജാത ശിശുവിനെ കുറിച്ച് മൊഴിയെന്നും പിന്നീട് ഈ മൊഴി മാറ്റുകയായിരുന്നു. പിന്നീട് ആരും അറിയാതെ ഈ നവജാത ശിശുവിന്റെ മൃതദേഹം ഇവിടുന്ന് എടുത്ത് കത്തിച്ചു എന്നുള്ള രീതിയിലെല്ലാം തന്നെ മൊഴി മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ 2 ദിവസങ്ങളായി മണിക്കൂറുകൾ നീണ്ട തെരച്ചിലും ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താനായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ താൽക്കാലികമായി ഈ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ എറണാകുളം റേഞ്ച് DIG സ്ഥലം സന്ദർശിച്ചപ്പോൾ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ബാക്കിയുള്ള കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഈ പോലീസിന്റെ ഒരു തീരുമാനം. ബാക്കിയുള്ള നടപടിക്രമങ്ങൾ, അതായത് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് തന്നെ ഇന്ന് കൂടുതലായി ഈ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച് വീണ്ടും ഈ മുഖ്യപ്രതിയായ നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോവുക. ഗിരീഷ്. ശരി ബിനീഷ്, കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 10 അംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണത്തിനായി. വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്.